2025 മലയാള സിനിമയിൽ ആദ്യം ഇറങ്ങിയ സിനിമ, അതായത് ബ്രഹ്മാണ്ഡ സിനിമ എമ്പുരാനായിരുന്നു. എമ്പുരാൻ പ്രതീക്ഷ അത്ര ഒരു ഓളവും നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഒന്നും സംഭവിച്ചില്ല, കേരളത്തിൽ സംഭവിച്ചില്ല. കാരണം 99% നെഗറ്റീവാണ്. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതിനകത്ത് വർഗീയതയും കാര്യങ്ങളൊക്കെ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കളക്ഷൻ കയറ്റിയെങ്കിൽ പോലും 265 കോടി എന്ന് പറയുന്ന ഒരു മോഹൻലാൽ ഫാൻസിന് പോലും ഒരു നാണക്കേടാകുന്ന ഒരു നമ്പറിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് പ്രീസെയിൽ ബിസിനസ്സും ഒക്കെ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് നമുക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയത്തില്ല. പക്ഷേ തുടരും അതിഗംഭീര സിനിമ, അതിഗംഭീര വിജയം, 240 കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. അത് കഴിഞ്ഞിട്ട് ലോക ആരും പ്രതീക്ഷിക്കാതെ ഇത് തിയേറ്ററിൽ മാത്രം, പ്രീസെയിൽ ബിസിനസ് ഒന്നും അല്ല, ബാക്കിയുള്ള ബിസിനസ് ഒന്നും കൂട്ടാൻ തിയേറ്ററിൽ മാത്രം ഇത് 300 കോടി രൂപ നേടി. അന്നേരം ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം ലോകം മൊത്തം പബ്ലിസിറ്റി ആയിട്ട് വന്നു. ദൃശ്യ മാധ്യമങ്ങളിൽ, പ്രധാനപ്പെട്ട പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം ദൃശ്യം പ്രീസെയിൽ ബിസിനസ് 350 കോടി നേടി. രഞ്ജിത്ത് രജപുത്ര പറഞ്ഞു. രഞ്ജിത്ത് രജപുത്ര അങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോയേ ഇല്ല. 160 കോടി നേടി എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. 160 കോടി നേടിയേക്കാം. അത് ഒഫീഷ്യലായിട്ട് ഒറ്റയാൾ പോലും പറഞ്ഞിട്ടില്ല. ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. മലയാള സിനിമ എപ്പോഴും ഈ ഒരു ഈഗോ ക്ലാഷ് എപ്പോഴുമാണ്. എന്നാൽ ലോക 300 കോടി നേടി, അത് 250 കോടി ഇപ്പുറത്ത് തുടരുമുണ്ട്. എന്നാൽ ഇച്ചിരി ഒന്ന് ചാടിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 350 കോടിയിലേക്കാണോ? എന്തായാലും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് നാണക്കേട് തന്നെയാണ്. എന്തായാലും ഇനി ഇങ്ങനെയുള്ള വരുത്തില്ല എന്ന് പ്രതീക്ഷിക്കുക, ഇങ്ങനെയുള്ള തള്ളലുകൾ വരുത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്ക് അതിലും പ്രതീക്ഷയില്ല. എന്തായാലും നിങ്ങളുടെ കമൻസ് എന്തായാലും രേഖപ്പെടുത്തുക.